ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റാം ട്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ ഒന്നാമത്തെ പാഠമായ റീപ്പിംഗ് ഗോൾഡ് ഫ്രം സോയിൽ എന്ന പാഠമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. റീപ്പിംഗ് ഗോൾഡ് ഫ്രം സോയിൽ നമുക്ക് എന്താണെന്ന് താഴോട്ട് നോക്കാം. നർച്ചറിങ് അലോൺ ഈസ് നോട്ട് ഇനഫ് ടു ഗെറ്റ് മോർ ഈൽഡ്. ദർ ആർ അതർ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ടു. എന്താണ് പറയുന്നത്? നമ്മളൊരു ചെടിയെ പരിപാലിച്ചാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം, അതിന് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന് വളരാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. എങ്ങനെയാണ്? ഫെർട്ടൈൽ സോയിൽ, ഫലഭൂഷ്ടമായ ഒരു മണ്ണിലൂടെ, ഫേവറബിൾ ക്ലൈമറ്റ്, അതിനാവശ്യമുള്ള ക്ലൈമറ്റ് പ്രൊവൈഡ് ചെയ്ത്, ക്വാളിറ്റി സീഡ്സ്, നമ്മൾ ഒരു ചെടി നടുമ്പോൾ ക്വാളിറ്റിയുള്ള സീഡ്സ് സെലക്ട് ചെയ്ത് നടുമ്പോൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? നല്ല രീതിയിലുള്ള ഗെറ്റ് മോർ ഈൽഡ്, അതായത് ഒരുപാട് ഈൽഡ് കിട്ടുന്ന രീതിയിലുള്ള കൃഷി നമുക്ക് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ പറഞ്ഞ കാറ്റഗറിയിൽ ആദ്യം നോക്കാൻ പോകുന്നത് സീഡിൻ്റെ ക്വാളിറ്റി, അതായത് വിത്തിൻ്റെ ക്വാളിറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എ സിംഗിൾ പ്ലാന്റ് ഈൽഡ്സ് പ്ലെൻറ്റി ഓഫ് സീഡ്സ്. അതായത് ഒരു പ്ലാന്റിൽ ഒരുപാട് വിത്തുകൾ വരും. ആ പറയുന്ന അല്ലെങ്കിൽ ഈ വരുന്ന വിത്തുകളെല്ലാം നല്ല വിത്തുകളാവണമെന്നുണ്ടോ? ഇല്ല. ഉള്ളതിൽ ഒന്നോ രണ്ടോ മാത്രം പൊടിക്കും. ഈ പൊടിച്ച് വന്നതിലും നല്ല വിത്തുകൾ അല്ലെങ്കിൽ നല്ല ചെടികൾ വരണമെന്നുണ്ടോ? ഇല്ല. അതാണ് പറയുന്നത് സെലക്ഷൻ ഓഫ് സീഡ്. അതായത് സീഡ് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല സീഡ് മാത്രം നോക്കിയെടുക്കാൻ. ഓക്കെ, നമുക്ക് സീഡിൻ്റെ ക്വാളിറ്റിയുടെ കാര്യം പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഒരു നല്ല സീഡിനെ സെലക്ട് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെ ഒരു നല്ല സീഡിനെ തിരിച്ചറിയാം എന്നുള്ള കാര്യമാണ് നോക്കാം. നമുക്കിവിടെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. ഒബ്സർവ് ദീസ് പിക്ചർ, നോട്ട് ദ ഡിഫറൻസ്. നമ്മൾ ഈ പിക്ചർ നോക്കാനാണ് പറയുന്നത്. ഇത് നോക്കിയിട്ട് എന്ത് ഡിഫറൻസ് ആണ് നമ്മൾ കാണാൻ കഴിയുന്നത്? ഒന്നിൽ ചെടി നല്ലതായിട്ട് നിൽക്കുന്നു, മറ്റേതിൽ ഡിസീസ് അഫക്റ്റഡ് ചെടിയാണ്. ഓക്കെ, നമ്മൾ രണ്ട് ചെടിയും കണ്ടു. അത് വിച്ച് ഹാസ് മോർ ഈൽഡ്, അതായത് വിളവ് കൂടുതൽ ഏത് ചെടിയിലാണ്? നമുക്ക് തീർച്ചയായും പറയാൻ കഴിയും ഒന്നാമത്തെ പ്ലാന്റിലാണ് വിളവ് കൂടുതലെന്ന്. ക്യാൻ സീഡ് ബി കളക്റ്റഡ് ഫ്രം എ ഡിസീസ്ഡ് പ്ലാന്റ്. ഒരു ഡിസീസ്ഡ് പ്ലാന്റിൽ നിന്ന് നമുക്ക് സീഡ് കളക്ട് ചെയ്യാൻ നോക്കുമോ? ഇല്ല, നമുക്കൊരു ഡിസീസ്ഡ് പ്ലാന്റിൽ നിന്ന് ഒരിക്കലും സീഡ് കളക്ട് ചെയ്യാൻ നോക്കില്ല. ഹാവ് യു നോട്ടീസ് ദാറ്റ് ഫ്രൂട്ട്സ് ആർ ഫോംഡ് ഇൻ എ പ്ലാന്റ് അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഇറ്റ്സ് ലൈഫ്. നമ്മൾ കണ്ടല്ലോ, ഒരു സീഡ് പ്ലാന്റ് ചെയ്ത് അത് വളരാനുള്ളൊരു ടൈം ഉണ്ടല്ലോ, അത് വളർന്ന് കഴിഞ്ഞ് കായ്ക്കാനുള്ളൊരു ടൈം, അത് എപ്പോഴാണ് കായ്ക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ഫോമിലാണോ അതോ മിഡ് ഫോമിലാണോ അല്ലെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് അല്ലെങ്കിൽ എൻഡ് ഫോമിലാണോ? നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും അതിൻ്റെ മിഡ് ഫോമിലാണ് അതിൻ്റെ ഒരു പ്ലാന്റ് കായ്ക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഫ്രൂട്ട് ഉണ്ടാകുന്നത്. ഒരു പ്ലാന്റിൽ നിന്ന് സീഡ് കളക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്ലാന്റ് വിത്തൗട്ട് ഡിസീസ്. ആ പ്ലാന്റിന് ഡിസീസ് ഉണ്ടാകാൻ പാടില്ല. ഡിസീസ് ഇല്ലാത്ത പ്ലാന്റിൽ നിന്നേ നമുക്ക് നല്ലൊരു ഓസ്പ്രിങ്സ് അല്ലെങ്കിൽ നല്ലൊരു പുതിയൊരു ചെടി കിട്ടത്തുള്ളൂ. അടുത്ത് ഗുഡ് ഈൽഡ്, നല്ലൊരു ഈൽഡ് കിട്ടുന്ന നല്ലൊരു വിളവ് കിട്ടുന്ന ചെടിയായിരിക്കണം. അടുത്ത് ദ സീഡ് മസ്റ്റ് ബി കളക്റ്റഡ് ഫ്രം ഫ്രൂട്ട്സ് ദാറ്റ് ഫോംസ് ഇൻ ദ മിഡ് സ്പാൻ. അതായത് ആ ചെടിയുടെ മധ്യസ്ഥ പീരീഡിലുള്ള ടൈമിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ ചെടിയിൽ നിന്ന് നമ്മൾ സീഡ് കളക്ട് ചെയ്യേണ്ടത്. അടുത്ത് നമുക്ക് താഴോട്ട് നോക്കാം. നമുക്ക് ഈ ചാപ്റ്റർ ഒരുപാട് ലെങ്തിയാണ്, അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള അതായത് കോർ പാർട്ട് മാത്രമേ ഞാൻ മെയിനായിട്ട് എടുത്തിട്ടുള്ളൂ. അടുത്ത് നമുക്ക് കുറച്ച് തന്നിട്ടുള്ള സ്റ്റെം കട്ടിംഗ് ആണ്. നമുക്ക് രണ്ട് തരത്തിലുള്ള റീപ്രൊഡക്ഷൻ കാണാം. പ്ലാന്റിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള റീപ്രൊഡക്ഷൻ കാണാം. ഏതൊക്കെ റീപ്രൊഡക്ഷനാണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ലൈംഗികമായി ഒരു വിത്തിൽ നിന്ന് അടുത്തൊരു വിത്ത് ഉണ്ടാകുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓഫ്സ്പ്രിങ്സ് ഉണ്ടാകുന്നു. അതിനെയാണ് നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ദ ഫോർമേഷൻ ഓഫ് സീഡ്ലിംഗ് ഫ്രം സീഡ് ഈസ് ബൈ സെക്ഷൽ റീപ്രൊഡക്ഷൻ. അതായത് ഒരു വിത്തിൽ നിന്ന് അടുത്തൊരു വിത്ത് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഒരു സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ. ഓക്കെ, അടുത്ത് നമുക്ക് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്താണെന്ന് നോക്കാം. ഒരു റൂട്ടിൽ നിന്നോ സ്റ്റെമ്മിൽ നിന്നോ ലീഫിൽ നിന്നോ ദ ഫോർമേഷൻ ഓഫ് ന്യൂ പ്ലാന്റ്ലെറ്റ്സ്, പുതിയൊരു പ്ലാന്റ് ഉണ്ടാകുന്നത്. നമ്മൾ ഇത്രയും നേരം കണ്ടുവന്നത് എങ്ങനെയാണ് ഒരു വിത്ത് നട്ട് പുതിയൊരു പ്ലാന്റ് ഉണ്ടാകുന്നത്. ഇങ്ങനെ പല ഭാഗത്തു നിന്നുമുള്ള പാർട്സ് വെച്ച് പുതിയൊരു പ്ലാന്റ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ദ ഫോർമേഷൻ ഓഫ് ന്യൂ പ്ലാന്റ്ലെറ്റ്സ് ഫ്രം പാർട്സ് ലൈക്ക് റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ് ഈസ് കാൾഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഓക്കെ, നമുക്ക് താഴെ ടപ്പിയോക്ക ആൻഡ് സ്വീറ്റ് പൊട്ടറ്റോ ആർ കൾട്ടിവേറ്റഡ് ബൈ പ്ലാന്റിങ് സ്റ്റെം കട്ടിങ്സ്. നമുക്കറിയാം സ്വീറ്റ് പൊട്ടറ്റോ ആണെങ്കിലും ടപ്പിയോക്ക, നമ്മുടെ മരിച്ചീനി ആണെങ്കിലും എങ്ങനെയാണ് നടുന്നത്? അതിൻ്റെ സ്റ്റെം വച്ച് നമ്മളൊരു അടുത്തൊരു ചെടിയെ പൊടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആ സ്റ്റെം നമ്മൾ നടുമ്പോൾ അതിൽ നിന്ന് അടുത്ത് വേരിറങ്ങി ഇതൊരു പുതിയൊരു ചെടിയായിട്ട് മാറുന്നു. ആ പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ ആ റീപ്രൊഡക്ഷനെ നമ്മൾ എന്ത് പറയുന്നു? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നു. അതായത് അതിൻ്റെ സ്റ്റെമ്മിൽ നിന്ന്, അതായത് ഒരു പ്ലാന്റിൻ്റെ പാർട്ടിൽ നിന്നാണ് പുതിയൊരു പ്ലാന്റ് ഉണ്ടായത്.
വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് താഴെ 2 ടേബിൾ തന്നിട്ടുണ്ട്. ഇതുപോലുള്ള 2 തരത്തിലുള്ള ഫൈൻഡ് മോർ എക്സാമ്പിൾ, ഇതിന് 2 സെക്ഷൽ റീപ്രൊഡക്ഷനും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും മോർ എക്സാമ്പിൾ കണ്ടുപിടിച്ച് എഴുതാൻ പറയുന്നു. നമുക്ക് സിമ്പിളായിട്ടുള്ള കാര്യമാണ്, അത് ഹോംവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത നമുക്ക് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ലെയറിങ്, ആദ്യത്തെ ഹെഡിങ് നമുക്ക് കാണാൻ കഴിയുന്ന ലെയറിങ്. നമുക്കൊന്ന് നോക്കാം. സെലക്ട് എ ബ്രാഞ്ച് ഓഫ് ദ പ്ലാന്റ് ഫ്രം വിച്ച് സാപ്ലിംഗ് ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ്. ദ ബ്രാഞ്ച് മസ്റ്റ് ബി പെൻസിൽ തിക്ക്. The branches from the main stem are better. Peel off 1 cm of the bark from the centimeter in a circular shape. ലെയറിംഗ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമല്ല. എന്താണ്, ഒരു പെൻസിൽ തിക്ക് രീതിയിലുള്ള നമ്മൾ കണ്ടുപിടിക്കുക. അതായത് മെയിൻ സ്റ്റെം അല്ല, മെയിൻ സ്റ്റെമ്മിൽ നിന്ന് ബ്രാഞ്ചായിട്ട് വളരുന്ന ഒരു സ്റ്റെമ്മ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ 1 സെൻറ്റിമീറ്റർ വീതിയിൽ നമ്മൾ അതിൻ്റെ ബാർക്ക് കട്ട് ചെയ്തത്. ബാർക്ക് എന്താണ്, അതിൻ്റെ പുറന്തോട്. അപ്പോൾ നമ്മളിവിടെ ഈ പിക്ചറിൽ കാണുന്ന കണക്ക് നമ്മൾ ഈ പുറന്തോടിനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് പറയുന്നത്, ഒരു കുറച്ച് കോക്കനട്ട് ഫൈബർ നമുക്ക് അറിയാവുന്നതാണ്. നമുക്ക് ചകിരിയിൽ നിന്നെടുക്കുന്ന നാരുകൾ, ഈ നാരും കുറച്ച് മണ്ണും പിന്നെ കുറച്ച് സോഡസ്റ്റ് ഇതെല്ലാം കൂടെ ചേർത്ത് എന്ത് ചെയ്യാനാണ് പറയുന്നത്, അതിന് ചുറ്റും ഒന്ന് കെട്ടി വയ്ക്കുക. അതിനാവശ്യമുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ എത്തിക്കുക. പിന്നെ അതിനൊരു പോളിത്തീൻ ഷീറ്റ് കൊണ്ട് കവർ ചെയ്യുക. ഇതെല്ലാം കഴിയുമ്പോൾ എന്ത് ചെയ്യും, കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കാണാം വേര് വരുന്നതായിട്ട് കാണാം. ഓക്കെ, ഇതേ കണക്ക് വേര് വരുന്നതായിട്ട് കാണാം. ഇതെന്താണ്, ഇതിൽ നിന്ന് വേര് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തിന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് കൊണ്ടുവന്ന് അടുത്ത പ്ലാന്റ് ആയിട്ട് നടാം. ന്യൂമറസ് റൂട്ട്സ് വിൽ സ്പ്രോട്ട് വിത്തിൻ 2 months. കട്ട് ദ ബ്രാഞ്ച് ആൻഡ് പ്ലാന്റ് ഇറ്റ് ഇൻ എ പോട്ട് ടിൽ ഇറ്റ് ഈസ് റെഡി ടു ട്രാൻസ്പ്ലാന്റഡ് ഇൻ ദ സോയിൽ. അപ്പോൾ ആ ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് മണ്ണിലോട്ട് നട്ടു കൊടുത്താൽ അത് അടുത്ത പ്ലാന്റ് ആയിട്ട് വളരുമെന്നാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് പല തരത്തിലുള്ള ലെയറിംഗ് ആണ്. നമ്മൾ ഒരു തരത്തിലുള്ള ലെയറിംഗ് കണ്ടു. ഇനി അടുത്തെന്താണ് ലെയറിംഗ് എന്ന് നോക്കാം. അടുത്ത ടൈപ്പ് ലെയറിംഗ് നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് പറയുന്നത്. ലെയറിംഗ് ഈസ് ആൾസോ ഡൺ ഓൺ ബ്രാഞ്ചസ് ദാറ്റ് ഗ്രോ ക്ലോസ് ടു ദ സോയിൽ ബൈ ബെൻഡിങ് ദ മിഡിൽ ഓഫ് ദ ബ്രാഞ്ച് ഇൻ ടു ദ സോയിൽ. എന്താണ് ഈ ലെയറിങ്ങിൻ്റെ ഈ ടൈപ്പ് ലെയറിങ്ങിൻ്റെ പ്രത്യേകത? സോയിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ആ ബ്രാഞ്ചിനെ നമ്മൾ വളച്ചു വയ്ക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് എന്തുണ്ടാവും, ഈ ഭാഗത്ത് നിന്ന് റൂട്ട്സ് ഇറങ്ങും. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അടുത്തുള്ള ഒരു പ്ലാന്റ് ആയിട്ട് മാറും. മോസ്റ്റ് ഓഫ് ദ പ്ലാന്റ്സ് ക്യാൻ ബി ഗ്രോൺ ദിസ് വേ. ഈ തരത്തിൽ നമുക്ക് പല പ്ലാന്റ്സിനെ വളർത്താൻ കഴിയും. Plants formed from layering do not have as much lifespan as plants formed from seed germination. They will be of smaller size too. എന്താണ് പറയുന്നത്, പ്ലാന്റ്സ് ഈ ലെയറിങ്ങിലൂടെ ഉണ്ടാകുന്ന പ്ലാന്റ്സിന് അത്ര അധികം ലൈഫ് സ്പാൻ ഒന്നും കാണില്ല. അതായത് നമ്മുടെ സാധാ പ്ലാന്റ്സ് സീഡ് ജെർമിനേറ്റ് ചെയ്തുണ്ടാകുന്ന പ്ലാന്റ്സ് വളർത്തുന്നത് പോലെ അത്ര ലൈഫ് സ്പാൻ ഒന്നും നമുക്ക് എന്തിലൂടെ കിട്ടില്ല, ലെയറിങ്ങിലൂടെ ചെയ്യുന്ന പ്ലാന്റ്സിൽ നിന്ന് കിട്ടില്ല. ദർ വിൽ ബി, അത് മറ്റേതിനെ അപേക്ഷിച്ച് ചെറുതായിരിക്കും എന്നാണ് പറയുന്നത്. ദേ ഹാവ് ക്വാളിറ്റീസ് ഓഫ് ദ പാരൻറ്റ് പ്ലാന്റ്. അതായത് പാരൻറ്റ് പ്ലാന്റിൻ്റെ അതേ ക്വാളിറ്റീസ് നമുക്ക് എവിടെയും കാണാൻ കഴിയും, നമ്മുടെ ഈ പ്ലാന്റിൽ, അതായത് ലെയറിങ്ങിലൂടെ ഉണ്ടായ പ്ലാന്റിൽ നമുക്ക് കാണാൻ കഴിയും. ഇഫ് ലെയറിംഗ് ഈസ് ഡൺ ഓൺ ഡിസീസ് പ്ലാന്റ്, അതായത് നമ്മളൊരു ഡിസീസ് പ്ലാന്റിലാണ് ലെയറിംഗ് നടത്തിയതെങ്കിൽ ന്യൂ പ്ലാന്റ്ലെറ്റ്സ് വിൽ ഓൾസോ ബി ഇൻഫെക്റ്റഡ്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ, അതായത് നമ്മളിപ്പോൾ ലെയറിങ്ങിലൂടെ ഉണ്ടാക്കിയ പുതിയ പ്ലാന്റിലും എന്ത് വരുമെന്നാണ് പറയുന്നത്, അതേപോലെ ഇൻഫെക്റ്റഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ് ഓഫ് സച്ച് പ്ലാന്റ്സ് ആർ ഫാസ്റ്റർ ദാൻ ദോസ് ഇൻ പ്ലാന്റ്സ് ഫോംഡ് ഫ്രം സീഡ്സ്. ഈ തരത്തിലുള്ള പ്ലാന്റ്സിൽ ഫ്ലവറിങ്ങും ഫ്രൂട്ടിങ്ങും ഒക്കെ എന്തായിരിക്കും, കോമൺ പ്ലാന്റ്സിനെ കാട്ടിയും നേരത്തെ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ഫാസ്റ്റർ, കുറച്ചും കൂടെ നേരത്തെ ആയിരിക്കും എന്ത്, അതായത് നമ്മുടെ കോമൺ പ്ലാന്റ്സിനെ കാട്ടിയും നേരത്തെ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ഫ്ലവറിങ്ങും ഫ്രൂട്ടിങ്ങും. ആരുടെ, നമ്മുടെ ലെയറിങ്ങിലൂടെ ഉണ്ടാക്കിയ പ്ലാന്റ്സിനെ ഫ്ലവറിങ്ങും ഫ്രൂട്ടിങ്ങും ഒക്കെ നമ്മുടെ കോമൺ പ്ലാന്റ്സിനെ കാട്ടിയും നേരത്തെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ത്രൂ ദീസ് മെത്തേഡ് വി ക്യാൻ പ്രൊഡ്യൂസ് മോർ സാപ്ലിംഗ് വിത്തിൻ എ ഷോർട്ട് പീരീഡ്. എന്താണ് പറയുന്നത്, നമുക്ക് ഈ മെത്തേഡിലൂടെ ഒരുപാട് സാപ്ലിംഗ്, അതായത് ഒരുപാട് പുതിയ പ്ലാന്റ്സിനെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ലെയർഡ് പ്ലാന്റ്സ് ഡു നോട്ട് പൊസസ് ദ ടാപ്പ് റൂട്ട് സിസ്റ്റം. എന്താണ്, നമുക്ക് ടാപ്പ് റൂട്ട് സിസ്റ്റം അറിയാവുന്ന കാര്യമാണ്. ടാപ്പ് റൂട്ട് സിസ്റ്റം എന്താണ്, നമുക്ക് ഇവിടെ ഒന്നുകൂടെ ഓർക്കാം. നമ്മൾ പഠിച്ച കാര്യമാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം. നമുക്കൊന്ന് ഓർത്ത് നോക്കാം. ടാപ്പ് റൂട്ട് സിസ്റ്റം എന്താണ്, മെയിൻ റൂട്ട് കാണും, അതിൽ നിന്ന് കുറച്ച് ഫൈബ്രസ് റൂട്ട് കാണും. നമുക്ക് ഈ പടത്തിൽ കാണുന്ന കണക്ക് അതല്ലെങ്കിൽ നമ്മുടെ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്താണ്, നമ്മുടെ ഇങ്ങനെ ഒരു മെയിൻ റൂട്ടില്ല, പക്ഷേ ഫൈബ്രസ് ആയിട്ട് കുറേ റൂട്ട് കാണും. അതുപോലെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ലെയർ ചെയ്തെടുക്കുന്ന പ്ലാന്റിൽ എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്, ടാപ്പ് റൂട്ട് സിസ്റ്റം ആയിരിക്കില്ല, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആയിരിക്കും. ദേ റിക്വയർ മോർ കെയർ. എന്താണ് പറയുന്നത്, ഇതിനും ഒരുപാട് കെയർ വേണം. കാരണം എന്താണ്, നമ്മളൊരു പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് അടുത്തൊരു പ്ലാന്റ് കൊണ്ട് നട്ട് വയ്ക്കുകയാണ്. അപ്പോൾ അതിന് ഒരുപാട് കെയർ വേണം. അത് നമ്മൾ കാണാൻ പോകുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ്റെ എക്സാമ്പിൾ എന്താണ്, ഗ്രാഫ്റ്റിംഗ്. ഗ്രാഫ്റ്റിംഗ് എന്താണ് നമുക്ക് നോക്കാം. ഗ്രാഫ്റ്റിംഗ് ഈസ് അനദർ മെത്തേഡ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്ലെറ്റ്സ്.
കൂടുതൽ നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റ്ലെറ്റ്സ് ഉണ്ടാക്കാനായിട്ട് നമ്മൾക്ക് നോക്കുന്ന അനദർ മെത്തേഡാണ് ഗ്രാഫ്റ്റിംഗ്. ദിസ് മെത്തേഡ് ഈസ് പ്രാക്ടീസ്ഡ് ഫ്രം ഏൻഷ്യൻ ടൈംസ്. പഴയ കാലം തൊട്ടേ നമ്മളിത് കൈകൊണ്ടുവരുന്നു. സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്ലെറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ജോയിനിങ് ദ സ്റ്റെം ഓഫ് 2 പ്ലാന്റ്സ് ഓഫ് ദ സെയിം സ്പീഷീസ്. ഇപ്പോൾ 2 പ്ലാന്റ്സ് എടുക്കുകയാണെങ്കിൽ സെയിം സ്പീഷീസിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റീസ് ഉള്ള പ്ലാന്റ്സിനെ നമ്മൾ ജോയിൻ ചെയ്തുണ്ടാക്കുന്ന സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്സിനെ നമ്മൾ എന്ത് പറയുന്നു? ഗ്രാഫ്റ്റ്. സുപ്പീരിയർ ക്വാളിറ്റിയിലുള്ള സെയിം സ്പീഷീസിലുള്ള 2 പ്ലാന്റ്സിനെയാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഓക്കെ, ദ റൂട്ടഡ് പ്ലാന്റ് സെലക്റ്റഡ് ഫോർ ഗ്രാഫ്റ്റിംഗ് ഈസ് കാൾഡ് സ്റ്റോക്ക് ആൻഡ് ദ ബ്രാഞ്ച് സെലക്റ്റഡ് ഫോർ ഗ്രാഫ്റ്റിംഗ് ഈസ് കാൾഡ് സയോൺ. സയോണും സ്റ്റോക്കും എന്താണ് നമുക്ക് അടുത്ത പടത്തിലൂടെ നോക്കുമ്പോൾ എന്താ മനസ്സിലാവും? Branches of mango tree like Neelam, Malgova, etc. can be grafted to the plantlets of indigenous mango tree. Here the plantlet of the indigenous mango tree is the stalk and the branch of the Malgova is the scion. എന്താണ് ഇവിടെ പറയുന്നത്? നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്നത് നമ്മുടെ ഇൻഡിജീനിയസ്, അതായത് നാട്ടുമാവും പിന്നെ ഒരു സുപ്പീരിയർ ക്വാളിറ്റിയിലുള്ള നമ്മുടെ മൽഗോവ. എക്സാമ്പിളായിട്ട് നമ്മുടെ മൽഗോവ എടുക്കുക. അപ്പോൾ മൽഗോവയാണ് നമ്മളിപ്പോൾ ഇവിടെ ആവശ്യത്തിനായിട്ട് എടുക്കുന്നത്. അപ്പം നമ്മൾ നാട്ടുമാവിനെ നമ്മൾ ഇവിടെ എന്തായിട്ടും എടുക്കുന്നത്? സ്റ്റോക്കായിട്ടും മൽഗോവയെ നമ്മൾ സയോൺ ആയിട്ട് എടുക്കുന്നു. സയോൺ എങ്ങനെ ഇരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്? സയോൺ മണ്ണിനോട് ഉറച്ചിരിക്കണം. ഓക്കെ, റൂട്ടഡ് ആയിരിക്കണം. ഈ സയോണിലേക്ക് നമ്മൾ സ്റ്റോക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ആഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ഏകദേശം 3.5 സെൻറ്റിമീറ്റർ. നമ്മൾ ലെയറിങ്ങിൽ എന്ത് പറഞ്ഞു? ഏകദേശം 1 സെൻറ്റിമീറ്ററാണ് പറഞ്ഞത്. ഇവിടെ ഏകദേശം 3.5 സെൻറ്റിമീറ്റർ ഉള്ളിലേക്ക് നമ്മൾ ബാർക്ക് മാറ്റിയിട്ട് നമ്മുടെ പുറന്തോട് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സയോണിലേക്ക് നമ്മുടെ സ്റ്റോക്ക് ചേർത്ത് നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഒരുമിച്ച് കെട്ടി വയ്ക്കണം. എങ്ങനെയാണ്? Bring the peel of portion of stalk and scion in contact with each other. Wrap them together firmly with a jute twine. അതായത് നമ്മുടെ ഒരു ചണം നൂല് വെച്ച് ഇതിനെ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് വയ്ക്കാനാണ് പറയുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ എന്താണ്? കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ഇത് എന്ത് ചെയ്യണം? വാക്സ് ക്ലോത്ത് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ക്ലോത്ത് വെച്ച്, പ്ലാസ്റ്റിക് ടേപ്പ് വെച്ച് നമ്മളിതിനെ ചുറ്റി റാപ്പ് ചെയ്ത് വെച്ചിട്ട്, അതായത് നമ്മുടെ സയോണിൽ നിന്നുള്ള ശിഖരവും കട്ട് ചെയ്ത് കളയണം. ഗ്രാഫ്റ്റിംഗ് ചെയ്തതിന് മുകളിലുള്ള ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു. ഓക്കെ, 2 ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. 2 ഭാഗവും കട്ട് ചെയ്ത് കളയുമ്പോൾ ഇത് എന്തായി? നമ്മുടെ പുതിയൊരു പ്ലാന്റ് ആയിട്ട് മാറി. ഇത് കുറച്ച് നാൾ ഇവിടെ വച്ചിരിക്കുമ്പോൾ എന്താവും? ഇത് ഈ 2 ശിഖരവും തമ്മിൽ ഒരുമിച്ച് ജോയിനായി അതൊരു പുതിയ മരമായിട്ട് വളരും. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് പിന്നെ എന്താണ് നോക്കുന്നത്? അടുത്ത് പുതിയൊരു രീതിയാണ്. അതിൻ്റെ പേരെന്താണ്? ബഡ്ഡിങ്. ഇൻ ദിസ് മെത്തേഡ്, ഈ മെത്തേഡിൽ എന്താണ് വ്യത്യാസം? എ ബഡ് ഈസ് ഗ്രാഫ്റ്റഡ് ഇൻസ്റ്റെഡ് ഓഫ് ഗ്രാഫ്റ്റിംഗ് എ ബ്രാഞ്ചിനെ ഗ്രാഫ്റ്റ് ചെയ്ത് പുതിയൊരു ചെടിയിലേക്ക് വയ്ക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇവിടെ എന്താണ്? ഒരു ബഡിനെ ഗ്രാഫ്റ്റ് ചെയ്യുകയാണ്. ഒരു ബഡിനെ മാറ്റി എടുത്തിട്ട് പുതിയൊരു പ്ലാന്റിൽ കൊണ്ട് വയ്ക്കുന്നു. ഓക്കെ, നമ്മൾ ഈ ബഡിനെ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ എന്തൊക്കെയാണ് മെത്തേഡ് നോക്കുന്നത്? ഒരു ക്വാളിറ്റി പ്ലാന്റിൽ നിന്ന് നമ്മൾ അതിൻ്റെ ബഡ് എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ എവിടെയാണ് വയ്ക്കേണ്ടത് അവിടെ ഒരു T ഷേപ്പായിട്ട് നമ്മളൊരു കട്ടുണ്ടാക്കുന്നു. അതിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് സെൻറ്റിമീറ്ററും അളവൊന്നും പറയുന്നില്ല. നമ്മളൊരു കട്ടുണ്ടാക്കി, T ഷേപ്പിനൊരു കട്ടുണ്ടാക്കിയിട്ട് അപ്പോൾ നമ്മുടെ ബഡ് കൊണ്ട് എവിടെ വയ്ക്കുന്നു? ഇതിൻ്റെ അകത്ത് കൊണ്ട് വയ്ക്കുന്നു. അതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്? ഇൻസൈഡ് ദ ബഡ് ഇൻ ടു ദി T ഷേപ്പ് കട്ട് ഓൺ ദ ബാർക്ക്. അതായത് നമ്മൾ ബാർക്കില്ലാത്ത T ഷേപ്പ് കട്ട് ചെയ്തതിൻ്റെ അകത്ത് നമ്മുടെ ബഡ് കൊണ്ട് വെക്കാനാണ് പറയുന്നത്. wrap it in such a way that bud is exposed. അതായത് ബഡ് പുറത്ത് കാണുന്ന രീതിയിൽ. എന്തിനാണ് ബഡ് പുറത്ത് കാണുന്ന രീതിയിൽ നമ്മൾ റാപ്പ് ചെയ്ത് വെക്കുന്നത്? ബഡ് പുറത്ത് കണ്ടാലേ, അല്ലെങ്കിൽ അത് ബഡ് കുറച്ചെങ്കിലും ഭാഗം പുറത്തോട്ട് നിന്നാൽ എന്ത് ചെയ്യുള്ളൂ? അത് പൊടിച്ച് വരുള്ളൂ, പുതിയതായിട്ടൊന്ന് പൊടിച്ച് വരുള്ളൂ. അടുത്തെന്താണ് പറയുന്നത്? നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ ഇതിൻ്റെ മേൽഭാഗം, അതായത് ഈ ബഡ് നമ്മൾ വെച്ച ബഡിൻ്റെ മുകൾ ഭാഗം നമ്മൾ എന്ത് ചെയ്യുകയാണ്? അവിടെ കട്ട് ചെയ്ത് കളയുകയാണ്. ഓക്കെ, നമ്മളിവിടെ കാണുന്നതൊക്കെ നമ്മളിവിടെ കട്ട് ചെയ്യണം. കട്ട് ഓഫ് ദ അപ്പർ പാർട്ട് ഓഫ് ദ സ്റ്റോക്ക് വെൻ ദ ബഡ് അറ്റൈൻസ് പ്രോപ്പർ ഗ്രോത്ത്. അതായത് എങ്ങനെയാണ് പറയുന്നത്? ബഡ് ഒരു പ്രോപ്പർ ഗ്രോത്തിലേക്ക് അറ്റൈൻ ചെയ്താൽ അതിൻ്റെ മുകൾ ഭാഗം, അല്ലെങ്കിൽ ആ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റോക്കിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് കളയാനാണ് പറയുന്നത്. എന്തിനാണ്? ഇല്ലെങ്കിൽ എന്താണ്? ബഡിനുള്ള ആവശ്യമുള്ള ന്യൂട്രിയൻസ് കിട്ടില്ല. ഈ ചെടി മുകളിലോട്ട് വളർന്നു പോയിക്കൊണ്ട് തന്നെ ഇരിക്കും. ബഡിന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് കിട്ടണമെങ്കിൽ ആ ഭാഗത്തുള്ള ശിഖരം നമ്മളങ്ങ് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ബഡിങ് എന്തിൽ ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്? റെഡ് റോസിലും ഒരു വൈറ്റ് റോസിലും. ഇപ്പോൾ എന്താണ്? ഒരു റോസ്, അതായത് ഒരു പ്ലാന്റിൽ തന്നെ 2 തരത്തിലുള്ള പൂക്കളുണ്ടാവും. അതായത് റെഡ് കളറിലുള്ള പൂവും വൈറ്റ് കളറിലുള്ള പൂവും. ഓക്കെ, അടുത്ത് നമുക്ക് 2 തരത്തിലുള്ള, അല്ലെങ്കിൽ നമുക്ക് 2 വെറൈറ്റിയിലുള്ള 2 ചെടികൾ തന്നിട്ടുണ്ട്. വെറൈറ്റി 1ഉം വെറൈറ്റി 2 എന്ന രീതിയിൽ 2 ക്രോപ്പ് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണെന്ന്. ലോങ് ലൈഫ് സ്പാൻ ആണ് വെറൈറ്റി 1ന്, നല്ല ലൈഫ് സ്പാൻ ആണ്. എന്നാൽ വെറൈറ്റി 2നോ അധികം ലൈഫ് സ്പാൻ ഒന്നും ഇല്ല. ലൈഫ് സ്പാൻ ഉണ്ട്, എന്നാൽ ലോ ഈൽഡാണ്. എന്നാൽ വെറൈറ്റി 2നോ ഷോർട്ട് ലൈഫ് സ്പാൻ ആണ്, പക്ഷേ ഹൈ ഈൽഡാണ്. ആക്റ്റീവ് ഗ്രോത്ത് ഇൻ അവർ സോയിൽ, അതായത് നമ്മുടെ സോയിൽ നല്ല ആക്റ്റീവ് ഗ്രോത്ത് ആണ് ഏതിന്? വെറൈറ്റി 1ന്. എന്നാൽ വെറൈറ്റി 2നോ
പുവർ ഗ്രോത്ത് ഇൻ അവർ സോയിൽ, നമ്മുടെ സോയിലിൽ പുവർ ഗ്രോത്ത് ആണ്. ഹൈ റെസിസ്റ്റൻസ് ടു ഡിസീസ്, അതായത് ഡിസീസിന് നല്ല റെസിസ്റ്റൻസ് ആണ് വെറൈറ്റി 1 ആണെങ്കിൽ. എന്നാൽ വെറൈറ്റി 2 ആണെങ്കിൽ ലോ റെസിസ്റ്റൻസ് ടു ഡിസീസ്. നീഡ് ലെസ് നർച്ചറിങ്, അതെന്താണ്, നമ്മൾ കെയറിങ് കൊടുക്കേണ്ട ആവശ്യം, നമ്മൾ കെയറിങ് കൊടുക്കേണ്ടതാണ്, കുറച്ച് കെയറിങ് കൊടുത്താൽ മതി. പക്ഷേ എന്നാൽ വെറൈറ്റി 2 നല്ല കെയറിങ്ങിൻ്റെ ആവശ്യമുണ്ട്. Examine the peculiarities of two varieties. What are the methods that can be adopted to produce good sapling with the qualities of both the varieties? എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ഇപ്പോൾ എന്താണ് പറയുന്നത്, വെറൈറ്റി 1ഉം വെറൈറ്റി 2ഉം കൂടെ ചേർത്ത് നമുക്കൊരു ഗുഡ് സാപ്ലിംഗ് ഉണ്ടാക്കണം. അപ്പോൾ ഗുഡ് സാപ്ലിംഗ് ഉണ്ടാക്കാനായിട്ട് ഏത് മെത്തേഡാണ്, നമ്മളിപ്പോൾ ഒരു 2-3 മെത്തേഡ് പഠിച്ചു. ഏതൊക്കെയാണ്? ബഡ്ഡിങ് പഠിച്ചു, ഗ്രാഫ്റ്റിംഗ് പഠിച്ചു, ലെയറിങ് പഠിച്ചു. നമുക്ക് ഈ പഠിച്ചതിൽ ഏത് മെത്തേഡാണ് നല്ലതായിട്ടുള്ളത്, ഏതാണ് നമുക്ക് മെയിനായിട്ട് പറയാൻ കഴിയുന്ന 2 കാര്യങ്ങളാണ് ഗ്രാഫ്റ്റിങ്ങും ബഡ്ഡിങ്ങും. അതിൽ ഏറ്റവും നല്ലതായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ബഡ്ഡിങ് ആണ്. കാരണം മറ്റേ ഗ്രാഫ്റ്റിംഗ് ആണെങ്കിൽ നമുക്ക് കൂടുതൽ ആ ഒരു ശിഖരം തന്നെ വെട്ടി മാറ്റേണ്ടി വരും. ബഡ്ഡിങ് ആണെങ്കിൽ ചെറിയൊരു ബഡ് വെട്ടി മാറ്റി വയ്ക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. വിച്ച് വെറൈറ്റി ക്യാൻ ബി സെലക്റ്റഡ് ആസ് സ്റ്റോക്ക് ആൻഡ് വിച്ച് വൺ ഈസ് ദ സയോൺ? ഇതിൽ ഏതാണ് സ്റ്റോക്ക്, ഏതാണ് സയോൺ? അപ്പോൾ സ്റ്റോക്കും സയോണും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി നിങ്ങളുടേതായ ആൻസർ രേഖപ്പെടുത്തേണ്ടതാണ്. വാട്ട് വുഡ് ബി ദ ക്വാളിറ്റീസ് ഓഫ് ദ പ്ലാന്റ് ഫോംഡ് ബൈ കമ്പൈനിങ് ദ 2 വെറൈറ്റീസ്? ഈ 2 വെറൈറ്റീസും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഏത് തരത്തിലുള്ള ക്വാളിറ്റീസ് ആയിരിക്കും വരുന്നത് നമുക്ക് നോക്കാം. ലൈഫ് സ്പാൻ്റെ കാര്യമാണെങ്കിൽ ലോങ് ലൈഫ് സ്പാൻ ആയിരിക്കും. ഈൽഡിൻ്റെ കാര്യമാണെങ്കിലോ ഹൈ ഈൽഡ്. ആക്റ്റീവ് ഗ്രോത്ത് ഇൻ അവർ സോയിൽ, അതായത് നമ്മുടെ സോയിലിൽ നല്ല ആക്റ്റീവായിട്ടുള്ള ഗ്രോത്ത് വേണം. ഹൈ റെസിസ്റ്റൻസ് ടു ഡിസീസിന് നല്ല ഒരു ഹൈ റെസിസ്റ്റൻസ് വേണം. ലെസ് നർച്ചറിങ്, അതായത് നർച്ചറിങ്ങിൻ്റെ ആവശ്യം കുറച്ച് മതി എന്നുള്ള രീതിയിൽ. അടുത്ത നമുക്കുള്ള ഹെഡിങ് കമ്പൈനിങ് ക്വാളിറ്റീസ്. എന്താണെന്ന് നോക്കാം നമുക്ക്. കമ്പൈനിങ് ക്വാളിറ്റീസ്, ഇവിടെ നമുക്ക് 2 തരത്തിലുള്ള ക്വാളിറ്റി കാണാൻ കഴിയും, ടോൾ എന്നും ഡോർഫ് എന്നും. അതായത് ഉയരം കൂടിയതെന്നും ഉയരം കുറഞ്ഞതെന്നും. ഉയരം കൂടിയതിൽ നമുക്ക് എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നത്? ഏകദേശം 20 മുതൽ 30 മീറ്റർ വരെ ഹൈറ്റ് ഉണ്ട്. എന്നാൽ ഡോർഫിലോ 8 മുതൽ 10 മീറ്റർ വരെ. ഈൽഡ് ആണെങ്കിലോ 6 മുതൽ 10 വർഷം വരെ തരും. ഇതിലെ ഈൽഡ് ഡോർഫ് ആണെങ്കിലോ 4 മുതൽ 5 വർഷം വരെ. ലൈഫ് സ്പാൻ ആണെങ്കിലോ 80 മുതൽ 100 വർഷം വരെ. എന്നാൽ ഡോർഫിലോ ലൈഫ് സ്പാൻ 30 മുതൽ 35 വർഷം വരെ. കോക്കനട്ടിൻ്റെ കളറാണെങ്കിൽ നോക്കുകയാണെങ്കിൽ ഗ്രീൻ കളറായിരിക്കും. എന്നാൽ ഡോർഫിലോ യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ബ്രൗൺ ഉണ്ട്. ആ രീതിയിലുള്ള പലതരത്തിലുള്ള കളറായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൻ്റെ മേജർ വെറൈറ്റീസ് എക്സാമ്പിൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെസ്റ്റ് കോസ്റ്റ് ടോൾ, ഈസ്റ്റ് കോസ്റ്റ് ടോൾ, ലക്ഷദ്വീപ് ഓർഡിനറി, ഇങ്ങനെയുള്ളതൊക്കെയാണ് ഇതിൻ്റെ മേജർ വെറൈറ്റി. എന്നാൽ ഡോർഫിൻ്റെ മേജർ വെറൈറ്റീസ് ഏതൊക്കെയെന്ന് നോക്കാം. ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് ഗ്രീൻ, ഗംഗാ ബോന്തം, ഇങ്ങനെയുള്ളതൊക്കെയാണ് ഡോർഫ് വെറൈറ്റിയിൽ പ്രധാനമായിട്ടുള്ളത്. നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ ഒരു ഹെഡിങ് കാണാൻ കഴിയും, ഹൈബ്രിഡൈസേഷൻ. എന്താണ് ഹൈബ്രിഡൈസേഷൻ എന്ന് നോക്കാം. അതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നുണ്ടോ. വാട്ട് വിൽ ബി ദ ക്വാളിറ്റീസ് ഓഫ് എ ന്യൂ സീഡ് പ്രൊഡ്യൂസ്ഡ് ബൈ കമ്പൈനിങ് ടോൾ ആൻഡ് ഡാർക്ക് വെറൈറ്റി? അതായത് നമ്മുടെ ഒരു ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതുമായിട്ടുള്ള 2 വെറൈറ്റികളെ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം. ഹൈബ്രിഡൈസേഷനാണ് നമ്മുടെ അടുത്ത് പഠിക്കാൻ പോകുന്ന ഒരു മെത്തേഡ്. അപ്പോൾ നമ്മൾ ഇതുവരെ 3 മെത്തേഡ് പഠിച്ച് ഏതൊക്കെയാണ്? ലെയറിങ്, ബഡ്ഡിങ്, ഗ്രാഫ്റ്റിംഗ്. ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് നോക്കാം. ഹൈബ്രിഡൈസേഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് ന്യൂ സീഡ്സ് ത്രൂ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. ഏത് രീതിയിലൂടെയാണ് പോളിനേഷൻ നടത്തുന്നത്? ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തിയാണ് പുതിയൊരു സീഡ് ഉണ്ടാക്കുന്നത്. ബിറ്റ്വീൻ പ്ലാന്റ്സ് ഓഫ് ദ സെയിം സ്പീഷീസ് ബട്ട് ഓഫ് ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. എങ്ങനെയാണ് പറയുന്നത്? ഒരേ സ്പീഷീസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും, പക്ഷേ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു തൊട്ട് മേളിലൊരു 2 വെറൈറ്റിയുടെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ 2 വെറൈറ്റികൾ എടുത്തിട്ട് സെയിം സ്പീഷീസിൻ്റെ കാര്യമാണ് പറയുക. ഇപ്പോൾ തന്നെ ടോളും ഡോർഫും സെയിം സ്പീഷീസാണ്, രണ്ടും തെങ്ങാണ്, രണ്ടും കോക്കനട്ട് തരുന്നത്. അപ്പോൾ സെയിം സ്പീഷീസ് ആണ്. ഇതിലെന്താണ് വ്യത്യാസം? ടോളും ഡോർഫും, അത് അതിൻ്റേതായ വ്യത്യാസങ്ങൾ. ഇപ്പോൾ ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് ചേർത്ത് ഉണ്ടാക്കുന്ന ഏത് രീതിയിലാണ്? ഹൈബ്രിഡൈസേഷൻ. ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തി ഇതിൻ്റെ പുതിയ ഓഫ്സ്പ്രിങ്സ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പുതിയ സാപ്ലിങ്സ് ഉണ്ടാകുന്ന പ്രോസസ്സിന് നമുക്ക് എന്ത് പറയും? ഹൈബ്രിഡൈസേഷൻ. അല്ലെങ്കിൽ ആ മെത്തേഡ് നമ്മൾ പറയുന്ന പേരാണ് ഹൈബ്രിഡൈസേഷൻ. സീഡ് ഫോംഡ് ഇൻ ദീസ് മാനർ മേ കമ്പൈൻ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് ആൻഡ് മിക്സഡ് ക്വാളിറ്റീസ് ഓഫ് ബോത്ത് ദ പാരന്റ് സീഡ്സ്. അതായത് ഹൈബ്രിഡൈസേഷൻ വഴി ഉണ്ടാക്കിയ സീഡ്സിൽ എന്തൊക്കെ ഉണ്ടാവാം? അഡ്വാൻറ്റേജസ് ഉണ്ടാകാം, ഗുണങ്ങളുണ്ടാകാം, ഡിസഡ്വാൻറ്റേജസ്, ദൂഷ്യങ്ങളുണ്ടാകാം. പിന്നെ എന്താണ് പറയുന്നത്? മിക്സഡ് ക്വാളിറ്റീസ് ഓഫ് ബോത്ത് ദ പാരന്റ് പ്ലാന്റ്. ഈ പാരന്റ് പ്ലാന്റ്, 2 പാരന്റ് പ്ലാന്റ് എടുത്തിട്ടാണ് നമ്മൾ സീഡ് ഉണ്ടാക്കിയത്. ഈ 2 പാരന്റ് പ്ലാന്റിൻ്റെയും മിക്സഡ് ക്വാളിറ്റീസ് ഉണ്ടാകാം എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ എന്താണ് സെലക്ട് ചെയ്യുന്നത്? സീഡ്സ് വിത്ത് ഡിസൈർഡ് ക്വാളിറ്റീസ് ആർ സെലക്റ്റഡ് ഫ്രം ദീസ്. ഈ ഉണ്ടായതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഏത് പ്ലാന്റാണ് ഉണ്ടായത് അത് മാത്രം നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യും. ഹൈബ്രിഡ് വെറൈറ്റി കോക്കനട്ട് ട്രീ. അപ്പോൾ കോക്കനട്ട് ട്രീയിൽ ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ടുള്ള ഏതൊക്കെയാണെന്ന് നമുക്ക് എക്സാമ്പിൾ നോക്കാം. ചന്ദ്രലക്ഷ,
ചന്ദ്രശങ്കര, ലക്ഷഗംഗ. ഇതൊക്കെ എന്താണ്? ചന്ദ്രലക്ഷ എന്തൊക്കെയിൽ നിന്നാണ് ഉണ്ടായത്? ലക്ഷദ്വീപ് ഓർഡിനറിയിൽ നിന്നും ചാവക്കാട് ഓറഞ്ചിൽ നിന്നും. എന്നാൽ ചന്ദ്രശങ്കരയോ ചാവക്കാട് ഓറഞ്ചിൽ നിന്നും വെസ്റ്റ് കോസ്റ്റ് ടോളിൽ നിന്നും. ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? ടോളെന്നും ഡോർഫെന്നും. അപ്പോൾ ടോളും ഡോർഫും കൂടെ ചേർത്തുണ്ടാക്കിയ ലക്ഷദ്വീപ് ഓർഡിനറി എന്താണ്? ടോൾ. ചാവക്കാട് ഓറഞ്ച് ഡോർഫ്, അത് രണ്ടും കൂടെ ചേർത്തുണ്ടാക്കിയ ചന്ദ്രലക്ഷ. എന്നാൽ ചാവക്കാട് ഓറഞ്ചിൽ നിന്നും വെസ്റ്റ് കോസ്റ്റ് ടോളിൽ നിന്നും ഉണ്ടാക്കിയത് ചന്ദ്രശങ്കര. ലക്ഷദ്വീപ് ഓർഡിനറിയിൽ നിന്നും ഗംഗാബോന്ധത്തിൽ നിന്നും ഉണ്ടാക്കിയത് ലക്ഷഗംഗ. ഓക്കെ, നമുക്ക് അടുത്ത് ഗുഡ് ക്വാളിറ്റി സീഡ്സ് ഓഫ് പാഡി, വെജിറ്റബിൾ എക്സെട്ര. നമുക്ക് അടുത്ത് നോക്കാൻ പോകുന്നത് പലതരത്തിലുള്ള വെജിറ്റബിൾസിൽ നിന്നും പാഡിയിൽ നിന്നുമുള്ള ഹൈബ്രിഡ് വെറൈറ്റീസ് ഏതൊക്കെയാണെന്നാണ്. നമുക്ക് നോക്കാം. പേര് മാത്രമേ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. പേടി, പവിത്ര, ഹർഷ്വ, അന്നപൂർണ. പേര് ഒന്നും കൂടെ നോക്കാം. പേടിയിരുത്, പവിത്ര, ഹർഷ്വ, അന്നപൂർണ. പി ഏതൊക്കെയാണ്? ലോല, മല്ലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഗ്രീൻ ചില്ലി ഇരുതോ? ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. ലേഡീസ് ഫിംഗറിൻ്റെ ആണെങ്കിലോ കിരൺ, ആർക്ക, അനാമിക, സൽകീർത്തി. ബ്രിഞ്ചാളിൻ്റെ ആണെങ്കിലോ സൂര്യ, ശ്വേത, ഹരിത, നീലിമ. ടൊമാറ്റോരത് മുക്തി, അനഘ, അക്ഷയ. നമുക്ക് പേരൊന്നും കൂടെ വായിച്ചു നോക്കാം. പേടി നമ്മുടെ നെല്ലിൻ്റെതാണെങ്കിൽ പവിത്ര, ഹർഷ, അന്നപൂർണ. പി പയറിൻ്റെതാണെങ്കിലോ ലോല, മല്ലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഗ്രീൻ ചില്ലി മുളകിൻ്റെതാണെങ്കിലോ ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. ലേഡീസ് ഫിംഗർ വെണ്ടേരതാണെങ്കിലോ കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. ബ്രിഞ്ചാൾ. വഴുതനത്തിൻ്റെ ആണെങ്കിലോ സൂര്യ, ശ്വേത, ഹരിത, നീലിമ. ടൊമാറ്റോ തക്കാളിയുടെ എന്താണ് നമുക്ക് നോക്കാം. മുക്തി, അനഘ, അക്ഷയ. ഓക്കെ, നമ്മൾ ഈ പേരെല്ലാം പഠിച്ച് ഇവിടെ പണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റേതായ. ഓക്കെ, നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് കഴിഞ്ഞ് നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതൊക്കെ ഈ ഹൈബ്രിഡൈസേഷനും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആരാണ് ചെയ്യുന്നത്? ഓരോ സ്ഥലത്തും, അതായത് നമ്മുടെ കേരളത്തിൽ ഒരുപാട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അഗ്രികൾച്ചറിന് വേണ്ടിയുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പോൾ അവരാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വാർത്ത കാണാൻ കഴിയും. എന്താണ്? മണ്ണുത്തിയിലുള്ള കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തയ്യാറാക്കിയ ഒരു ഇതാണ് ബിറ്റർ ഗോഡിൻ്റെ. അതായത് ഒരു പാവയ്ക്കയുടെ ഒരു ഹൈബ്രിഡൈസ്ഡ് ഒരു വെറൈറ്റിയാണ് എന്താണ്? പ്രിയങ്ക. അപ്പോൾ നമുക്ക് അടുത്ത് കുറച്ച് പോയിന്റ്സ് കാണാൻ കഴിയും. എന്താണ് നോക്കാം? ഹൈ ഈൽഡ്, ക്വിക്ക് ഈൽഡ്, റെസിസ്റ്റൻസ് ടു ഇൻഫെക്ഷൻ, ലോവർ നർച്ചറിങ് കോസ്റ്റ്, അവൈലബിലിറ്റി ഓഫ് ക്വാളിറ്റി സീഡ്സ്, പ്ലാന്റിംഗ് മെറ്റീരിയൽസ്. ഇതൊക്കെ എന്താണ്? അതായത് ഒരു കർഷകന് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഒരു ചെടിയിൽ നിന്ന് അവൻ എന്താഗ്രഹിക്കുന്നു ആ രീതിയിലുള്ള ഈൽഡ് അവന് വേണം. ആ ഒരു ഈൽഡ് കൂടുതലായിരിക്കണം, അത് പെട്ടെന്ന് കിട്ടണം, അത് റെസിസ്റ്റൻസ് ആയിരിക്കണം, അതായത് ഡിസീസൊന്നും പെട്ടെന്ന് വരാത്തതായിരിക്കണം, അധികം കോസ്റ്റ് ഒന്നും ചിലവാകാത്ത രീതിയിൽ അതിനെ നോക്കാൻ കഴിയണം അവന്. അവൈലബിലിറ്റി ഓഫ് ക്വാളിറ്റി സീഡ് അവന് പെട്ടെന്ന് കിട്ടണം. ഇതൊക്കെ എങ്ങനെയാണ് അവന് സാധിക്കുന്നത്? അതവന് സാധിച്ച് കൊടുക്കുന്നതാരാണ്? നമ്മുടെ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നമുക്ക് അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒക്കെ നോക്കാം. നമുക്ക് ഏകദേശം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള കുറച്ച് അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, തൃശ്ശൂർ മണ്ണുത്തിയിലുള്ള കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ എന്താണെന്ന് നോക്കാം. സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ശ്രീകാര്യം, തിരുവനന്തപുരം. മൂന്നാമത്തത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, കോഴിക്കോട്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, കോട്ടയം. സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കാസർഗോഡ്. റീജിയണൽ റിസർച്ച് സെൻറ്റർ ഓഫ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. ഇതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള നമ്മുടെ കേരളത്തിൽ കാണാൻ കഴിയുന്ന അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് കാണാൻ കഴിയുന്ന പ്ലാന്റ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഹെഡിങ് ആണ്. എന്താണ് പ്ലാന്റ് ഡൈവേഴ്സിറ്റി നോക്കാം. ഗുഡ് ക്വാളിറ്റി സോയിൽ എൻഷുർ ദ ഹെൽത്ത് ഓഫ് ദ പ്ലാന്റ്. അതായത് നമ്മുടെ പ്ലാന്റിൻ്റെ സീഡും ഒരു പുതിയൊരു വെറൈറ്റി ഉണ്ടാക്കാനും ഗുഡ് ക്വാളിറ്റിയിലുള്ള ഒരു പ്ലാന്റ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഒരു സീഡ് പ്ലാന്റ് വളരാനായിട്ട് എന്ത് വേണം? അതിൻ്റെ സോയിൽ വേണം. നമുക്ക് എന്താണ് നോക്കാം. ദ ന്യൂട്രിയൻസ് പ്രൊവൈഡഡ് ബൈ വൺ കൈൻഡ് ഓഫ് പ്ലാന്റ് ഡിബ്രീസ് ഈസ് നോട്ട് ദ സെയിം സപ്ലൈഡ് ബൈ അനദർ. The more diverse the plant debris that decomposes in the soil, the higher the fertility of the soil. എന്താണ് ഇവിടെ പറയുന്നത്? ഒരു പ്ലാന്റ് ഡീക്കേജ് ചെയ്ത്, ഇവിടെ ഡിബ്രീസ് എന്ന് ഉദ്ദേശിക്കുന്ന അതിൻ്റെ അവശിഷ്ടം എന്നേ ഉള്ളൂ. ഒരു പ്ലാന്റ് ഡീക്കേജ് ചെയ്ത്, അതായത് ഒരു പ്ലാന്റ് ജീർണിച്ച് മണ്ണിലേക്ക് അലിഞ്ഞു ചേരുന്നതിൽ ഒരു പ്ലാന്റ് അലിഞ്ഞു ചേരുമ്പോൾ ഉണ്ടാകുന്ന ന്യൂട്രിയൻസ് അല്ല മറ്റൊരു പ്ലാന്റ് അലിഞ്ഞു ചേരുമ്പോൾ ഉണ്ടാകുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം. രണ്ട് ഹെഡിങ് ആണ് അടുത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്റർ ക്രോപ്പും ക്രോപ്പ് റൊട്ടേഷനും. ഇത് ഈ ഡെഫിനിഷൻ വായിക്കുന്നതിനെക്കാട്ടിയും ഞാനൊന്ന് ഷോർട്ടായിട്ട് പറഞ്ഞാൽ, ഇന്റർ ക്രോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഇടവേള കൃഷി എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്.
എക്സാമ്പിളായിട്ട് നമുക്ക് തെങ്ങിൻ്റെ കാര്യം എടുക്കാം. തെങ്ങിൻ്റെ കാര്യം എടുക്കുമ്പോൾ എന്താണ്, ഇപ്പോൾ ഒരു തെങ്ങിൻ തോപ്പ് അല്ലെങ്കിൽ തെങ്ങിന് തടമെടുത്ത് വെച്ചിരിക്കുന്നത് തൊട്ട് നമുക്കൊരു ചീര നട്ടെന്ന് പറഞ്ഞപ്പോൾ തെങ്ങിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുപോലെ നമ്മുടെ ഒരു വാഴ കൃഷി നടത്തുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ചേമ്പും ചേനയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കൃഷി ചെയ്യാം. ഇതൊന്നും നട്ടെന്ന് പറഞ്ഞ് വാഴയ്ക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇതുകൊണ്ട് എന്ത് ഉപയോഗം വരും, സോയിലിൻ്റെ മെയിൻ്റെനൻസ്, അതായത് സോയിലിൻ്റെ ഫെർട്ടിലിറ്റി മെയിൻറ്റെയിൻ ആയിട്ട് സഹായിക്കും. ഈ ക്രോപ്സൊക്കെ എന്താണ്, ഷോർട്ട് ടേമിലത്തേക്കുള്ള, അതായത് കുറച്ച് കാലാവധി മാത്രമുള്ള ഒരു പ്ലാന്റ്സ് ആണ്. അതായത് ഇപ്പോൾ കീരയായിരുന്നാലും ചേമ്പായിരുന്നാലും ചേനയായിരുന്നാലും ദീർഘകാലമുള്ളതല്ല, കുറച്ച് കാലത്തേക്ക് മാത്രം. അതായത് ഒരു കർഷകന് അവനാവശ്യമുള്ളതിൽ നിന്നുള്ള ഈൽഡ്, ആ ഒരു കൃഷി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അവൻ വേറൊരു കൃഷിയും കൂടെ ഇറക്കുന്നതിലൂടെ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. ഈ പ്ലാന്റ്സിൽ നിന്ന് അവന് ആവശ്യമുള്ള ഈൽഡ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ക്രോപ്പ് റൊട്ടേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. എക്സാമ്പിളായിട്ട് നമുക്കൊരു നെൽപ്പാടം എടുക്കാം. നെൽപ്പാടത്ത് നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ നെൽകൃഷി നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, നെല്ല് കിട്ടാനുള്ള അളവ് കുറയും, അതായത് ഈൽഡിൻ്റെ എമൗണ്ട് ഓഫ് ഈൽഡ് കുറയും. അപ്പോൾ ഇത് നമുക്ക് കൂട്ടാനോ അല്ലെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ എങ്ങനെ സാധിക്കും, ഒരു കൃഷി ഇറക്കി ഉടനെ അടുത്ത് പിന്നെയും അതേ കൃഷി തന്നെ ചെയ്യാതെ ആ സമയത്ത്, ആ ഒരു ഇടവേള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്, നമുക്ക് വേറൊരു ക്രോപ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ പയറോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ക്രോപ്പ് അവിടെ നട്ടാൽ എന്ത് സംഭവിക്കും, ആ സോയിലുള്ള നൈട്രജൻ്റെ അളവ് കൂടും. അതല്ലാതെ പിന്നെ ആ ഒരു പയറിന് അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ കിടന്ന് ജീർണിച്ചാൽ എന്ത് സംഭവിക്കും, ആ മണ്ണിലുള്ള ന്യൂട്രിയൻസിൻ്റെ അളവ് കൂടും. ഇത് കൂടുന്നതിലൂടെ, അതായത് നമ്മൾ അടുത്ത് നടാൻ പോകുന്ന പേടിയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, കൂടുതൽ ഈൽഡ് കിട്ടും. അപ്പോൾ നമുക്ക് ഇനി ഡെഫിനിഷനിലേക്ക് പോകാം. നമുക്ക് നോക്കാം ഇൻ്റർ ക്രോപ്പ് എന്താണെന്ന്. ഷോർട്ട് ടേം ക്രോപ്സ് കൾട്ടിവേറ്റഡ് എമോങ് ദ മെയിൻ ക്രോപ്പ്. എന്താണ്, മെയിൻ ക്രോപ്പിനിടയിൽ കൃഷി ചെയ്യുന്ന ഷോർട്ട് ടേം ക്രോപ്സ്, അധികം കാലാവധി ഇല്ലാത്ത ഷോർട്ടായിട്ടുള്ള ക്രോപ്സ് ആണ്. ഇൻ സച്ച് എ വേ ദാറ്റ് ദേ ഡു നോട്ട് ഹാം ദ മെയിൻ ക്രോപ്പ് ആർ കാൾഡ് ഇൻ്റർ ക്രോപ്സ്. അതൊരിക്കലും മെയിൻ ക്രോപ്പിനെ ഹാം ചെയ്യത്തില്ല. ദേ ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് സോയിൽ ഫെർട്ടിലിറ്റി. ഇവ എന്ത് ചെയ്യും, സോയിൽ ഫെർട്ടിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്നാൽ ക്രോപ്പ് റൊട്ടേഷൻ എന്താണെന്ന് നോക്കാം. കൾട്ടിവേറ്റിംഗ് എ ഡിഫറെൻറ്റ് ക്രോപ്പ് ഇൻസ്റ്റെഡ് ഓഫ് ക്രോപ്പ് കൾട്ടിവേറ്റിംഗ് ഇയർലിയർ ഈസ് കാൾഡ് ക്രോപ്പ് റൊട്ടേഷൻ. അതായത് നേരത്തെ ചെയ്ത കൃഷി അപ്പാടെ അങ്ങ് ചെയ്യാതെ വേറൊരു കൃഷി ഇറക്കുന്നതിനാണ് നമ്മൾ പറയുന്നത് ക്രോപ്പ് റൊട്ടേഷൻ എന്ന്. ഹാവൻ യു നോട്ടീസ് ദ കൾട്ടിവേഷൻ ഓഫ് പീ, ബ്ലാക്ക് ഗ്രാം എക്സെട്രാ അറ്റ് ഇൻ്റർവെൽസ് ഇൻ പാഡി ഫീൽഡ്. അതായത് പാഡി ഫീൽഡ് നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഒരു വിളവെടുത്ത് കഴിയുമ്പോൾ, പാഡി ഫീൽഡ് നമ്മൾ വിളവെടുത്ത് കഴിയുമ്പോൾ അടുത്ത് നമ്മൾ അവിടെ ഒരു പയർ കൃഷിയാണ് നടുന്നത് എന്നുള്ളത് കണ്ടിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഈ നമ്മൾ പറഞ്ഞു ഈ ഒരു പാഡി ഫീൽഡിലേക്ക് നമ്മൾ പയറോ അങ്ങനെയുള്ള ചെടികളൊക്കെ നടുന്നത്. എന്തിനാണ് നമ്മൾ ഈ പയറിനെ തന്നെ അല്ലെങ്കിൽ പയർ വർഗ്ഗത്തിനെ തന്നെ റെക്കമെൻഡ് ചെയ്തത്, എന്തിനാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നൊരു വാക്കാണ് നൈട്രജൻ. എന്താണ് നൈട്രജൻ? നമ്മുടെ എർത്ത് അറ്റ്മോസ്ഫിയറിൽ ഏകദേശം 75% കൂടുതൽ കാണാൻ കഴിയുന്ന സാധനമാണ് നൈട്രജൻ. ഈ നൈട്രജൻ എന്താണ്, നമ്മുടെ ചെടികൾക്ക് ഏറ്റവും ഈസ് ആൻ എസെൻഷ്യൽ എലമെൻറ്റ് ഫോർ പ്ലാന്റ് ഗ്രോത്ത്. അതായത് പ്ലാന്റ് ഗ്രോത്തിന് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് ഈ നൈട്രജൻ. എന്നാൽ ഈ പ്ലാന്റ്സിന് ഡയറക്റ്റായിട്ട് നൈട്രജൻ എടുക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ എങ്ങനെ എടുക്കും? ഈ പ്ലാന്റ്സ് ഈ നൈട്രജനെ അബ്സോർബ് ചെയ്യും. ഇതിലൂടെ റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയം ഈ അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്നു. ഈ നൈട്രേറ്റ് എന്ത് ചെയ്യുന്നു, വെള്ളത്തിലൂടെ കലർന്ന് അത് പ്ലാന്റ്സ് വലിച്ചെടുക്കുന്നു. ഓക്കെ, അപ്പോൾ റൈസോബിയം നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്നു. അതാണ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. പ്ലാന്റ്സ് ബാക്ടീരിയ എന്താക്കി മാറ്റുന്നു, അതിൻ്റെ അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്നു. അപ്പോൾ ഇതിനുള്ള കഴിവ് ഏത് ബാക്ടീരിയത്തിനാണുള്ളത്? റൈസോബിയം ബാക്ടീരിയം. ഈ റൈസോബിയം ബാക്ടീരിയം എവിടെയാണ് കാണപ്പെടുന്നത്? മിമോസ എന്താണ്, നമ്മുടെ തൊട്ടാവാടി, പിന്നെ കോമൺ ടെർഫോർസിയ, പിന്നെ ഹോഴ്സ് ഗ്രാം, ബ്ലാക്ക് ഗ്രാം. ഇതൊക്കെ എന്താണ്, നമ്മുടെ കുതിരയ്ക്ക് കൊടുക്കുന്ന മുതിര. ബ്ലാക്ക് ഗ്രാം എന്താണ്, ഉഴുന്ന്. ഇതിലൊക്കെ എന്ത് കാണപ്പെടുന്നു എന്നാണ് പറയുന്നത്? ഇതിൻ്റെ റൂട്ട്സിലൊക്കെ നമുക്ക് റൈസോബിയം കാണാൻ കഴിയുന്നതുകൊണ്ട് ഇതുപോലെ ഇരിക്കും നമ്മുടെ റൈസോബിയം. ഓക്കെ, ഈ റൈസോബിയത്തിലൂടെ സോയിലിൽ നമുക്ക് എന്ത് കൂട്ടാം? നമുക്ക് നൈട്രജൻ്റെ അളവ് കൂട്ടാം. ഈ നൈട്രജൻ്റെ അളവ് കൂട്ടുന്നതിലൂടെ നമുക്ക് അടുത്ത പേടിയാണ് കൊണ്ട് നടുന്നതെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കും? അതിൻ്റെ ഈൽഡ് പരമാവധി കൂടുതലായി ലഭിക്കും. ഓക്കെ, അടുത്ത് നമുക്ക് ക്രോപ്പ് മാനേജ്മെൻറ്റ്. ഇത്രയും നേരം നമ്മൾ അതിൻ്റെ സീഡ് ക്വാളിറ്റിയും സോയിൽ ക്വാളിറ്റിയും എല്ലാം കണ്ടു. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? നമ്മൾ ഡിസീസ് റെസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ പ്ലാന്റിന് സ്വയമേ കുറച്ച് ഡിസീസിന് റെസിസ്റ്റൻ്റ് ഉണ്ട്. പക്ഷേ ഇതിനെ റെസിസ്റ്റൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യും? ഓക്കെ, നമ്മളിനി അടുത്ത് കാണാൻ പോകുന്ന ബയോ പെസ്റ്റിസൈഡ്സ് ആണ്. നമുക്ക് രണ്ട് തരത്തിലുള്ള പെസ്റ്റിസൈഡ്സ് അറിയാം. കെമിക്കൽ പെസ്റ്റിസൈഡ്സ് അറിയാം, ബയോ പെസ്റ്റിസൈഡ്സ് അറിയാം. നമ്മൾ പഠിക്കാൻ പോകുന്നത് ബയോ പെസ്റ്റിസൈഡ്സ് ആണ്. ബയോ പെസ്റ്റിസൈഡ്സിന് എക്സാമ്പിൾ നോക്കാം. ടൊബാക്കോ ഡീക്കോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുകയില കഷായം എങ്ങനെ തയ്യാറാക്കാമെന്നുള്ള പ്രക്രിയയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത് എന്താണ്? നീം കേക്ക്, വേപ്പിൻ പുണ്ണാക്ക്. അടുത്ത് നീം ഓയിൽ ഇമൻഷൻ.
നീം ഓയിൽ ഇമൾഷൻ എന്താണ്? നമ്മുടെ വേപ്പില കഷായം. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി, എങ്ങനെ മിക്സ് ചെയ്ത്, എങ്ങനെ നമ്മൾക്ക് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് ബയോ ഫെർട്ടിലൈസേഴ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. കൗ ഡങ്ക്, ഗ്രീൻ മാന്യുവർ, കമ്പോസ്റ്റ് മാന്യുവർ, ഫിഷ് മാന്യുവർ, പൗൾട്രി ഡ്രോപ്പിംഗ്സ്, ഗോഡ് ഡ്രോപ്പിംഗ്സ്, ബോൺ മീൽ, എല്ലുപൊടി, പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഇൻ്റർവ്യൂ ആണ്. ഒരു കുട്ടി ഒരു കർഷകനോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് നമുക്ക് ക്രോപ്സിൽ നിന്ന് പെസ്റ്റിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മുടെ കർഷകൻ നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലൊക്കെയാണ് എല്ലാം ഡീൽ ചെയ്യുന്നത്. അപ്പോൾ കർഷകൻ എന്താണ് പറയുന്നത്? ടൊബാക്കോ ഡീക്കേഷനാണ് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്, അത് ഉപയോഗിക്കാൻ തന്നെ എല്ലാം ചത്തുപോകും എന്നുള്ള കാര്യമൊക്കെയാണ് പറയുന്നത്. അത് കഴിയുമ്പോൾ പിന്നെ എന്താണ് പറയുന്നത്? അതിൽ നിന്നില്ല എങ്കിൽ താങ്കൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയും? ഹാൻഡ് പിക്കിങ് ചെയ്യും. അതല്ല എങ്കിൽ ഹാൻഡ് പിക്കിങ് ചെയ്യും. അത് കൂടാതെ എൻ്റെ കൃഷിസ്ഥലത്ത് എന്തൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്? ലൈക്ക് കാറ്റലോഗ്സ്, എന്താണ് നമ്മുടെ ഓന്ത്, തവള അറിയാലോ, ഫ്രോഗ്, പിന്നെ മെബൂയ എന്താണ്? നമ്മുടെ അരണ. ഇങ്ങനെയുള്ള ജീവികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ അധികം ഇൻസെക്റ്റും കാര്യങ്ങളൊന്നും വരത്തില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്ത കുട്ടി ചോദിക്കുന്നത് ഡ്രിപ്പ് ഇറിഗേഷനെ കുറിച്ച് എന്തെങ്കിലും കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്നാണ് പറയുന്നത്. എന്താണ് ഡ്രിപ്പ് ഇറിഗേഷൻ? നമ്മളിപ്പോൾ ഒരു പ്ലാന്റിന് ആവശ്യത്തിലധികം, പ്ലാന്റ്സിന് വെള്ളം വേണം എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ പ്ലാന്റ്സിന് ആവശ്യം അധികമുള്ള വെള്ളം ഒഴിച്ചാൽ പ്ലാന്റ്സ് അഴുകി പോകുക തന്നെ ചെയ്യും. അപ്പോൾ പ്ലാന്റ്സിന് ആവശ്യമുള്ള വെള്ളം മാത്രം സമയാസമയം എത്തിക്കുന്നുള്ള രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്രിപ്പ് ഇറിഗേഷൻ. അപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് ഡ്രിപ്പിംഗ് വാട്ടർ അറ്റ് ദ പ്ലാന്റ് ബേസ് അറ്റ് റെഗുലർ ഇൻ്റർവൽ. അതായത് റെഗുലർ ഇൻ്റർവലിനനുസരിച്ച് പ്ലാന്റ്സിൻ്റെ ബേസിൽ ആവശ്യത്തിലുള്ള വെള്ളം എത്തിക്കുന്നതിനെയാണ് പറയുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് കൾച്ചറിൻ്റെ പേര് കാണാം. എന്തൊക്കെയാണ്? ഫ്ലോറി കൾച്ചർ, ടീ പ്ലാന്റേഷൻ, ഓർണമെൻ്റൽ പ്ലാന്റ് കൾട്ടിവേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാം. അത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് കോട്ടൺ എന്താണ്? പരുത്തി. നമുക്ക് പരുത്തി എന്തിനൊക്കെ ഉപയോഗിക്കുന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ കോട്ടൻ്റെ വിത്ത്, അതായത് നമ്മുടെ പരുത്തിക്കുരു എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? നമ്മുടെ കാറ്റൽസിന് പിണ്ണാക്കായിട്ടും, നമ്മുടെ കാറ്റൽസിന് പിണ്ണാക്കിന് വേണ്ടിയുള്ള കാര്യത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. അതുകൂടാതെ നമ്മുടെ ഈ പരുത്തിക്കുരുവിൽ നിന്ന് എണ്ണ എടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ജൂട്ടാണ് കാണാൻ കഴിയുന്നത്. ജൂട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ജൂട്ടിന് വേണ്ടി നമ്മൾ പ്രത്യേക ചെടി വളർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചെടി എടുത്തിട്ട് നമ്മൾ നേരെ കൊണ്ടുപോയി വെള്ളത്തിയിട്ട് അഴുകിയെടുക്കും. ഈ അഴുകിയെടുത്ത് നമ്മൾ എന്ത് ചെയ്യും? നല്ലതുപോലെ തല്ലി ചതച്ച് നമ്മൾ ഓരോ ഫൈബറാക്കി എടുത്ത് ഉണക്കായിടും. അതിൽ നിന്നാണ് നമ്മൾ ചണം എന്നുള്ള സാധനം ഉണ്ടാക്കിയെടുക്കുന്നത്. കൊയർ എന്താണ്? നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കയർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? തൊണ്ട് എടുത്തുകൊണ്ട് പോയി വെള്ളത്തിയിട്ട് ചീഞ്ഞെടുത്ത് ഈ തൊണ്ടിനെ നമ്മൾ തല്ലി നല്ല നാരാക്കി എടുത്ത്, നാരിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെ ഓരോ കയറാക്കി രൂപപ്പെടുത്തിയെടുക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് കാണാൻ കഴിയുന്ന ടോപ്പിക്കാണ് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്താണ്? നമുക്ക് ഈ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്കിവിടെ വീട്ടിൽ നിന്നുള്ള വേസ്റ്റാണ് നമുക്ക് ഈ ആരോ മാർക്കിലൂടെ സൂചിപ്പിക്കുന്നത്. വീട്ടിൽ നിന്നുള്ള വേസ്റ്റ് എന്ത് ചെയ്യുന്നു? ബയോഗ്യാസ് പ്ലാന്റിലേക്ക് കൊണ്ടുപോകുന്നു. ബയോഗ്യാസിൽ നിന്നുള്ള ബയോഗ്യാസിനെ നമ്മൾ എന്തുപയോഗിക്കുന്നു? വീട്ടിൽ ആഹാരം പാകം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. ഇവിടെ കാണാൻ കഴിയുന്നത് തൊട്ടപ്പുറത്ത് കുറച്ച് പേടിയും കുറച്ച് ഫീൽഡൊക്കെയാണ്. അപ്പോൾ ഈ ഫീൽഡിൽ നിന്നുള്ള ഈ പച്ച പുല്ലും കാര്യങ്ങളൊക്കെ എന്തിനുപയോഗിക്കുന്നു? നമ്മുടെ കാറ്റിൽസിന് ഉപയോഗിക്കും. കാറ്റിൽസ് തിന്നിട്ട് അവിടെ നിന്നുള്ള കൗഡങ്സ് വാരി നമുക്ക് എവിടെ കൊണ്ടിടാം? നമുക്ക് ബയോഗ്യാസ് പ്ലാന്റിൽ ഉപയോഗിക്കാം. അപ്പോൾ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ കാര്യം കഴിഞ്ഞ് ഇനി അടുത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് വരുന്ന വേസ്റ്റ് എന്തായിരിക്കും? കുറച്ച് വേംസും കാര്യങ്ങളെല്ലാം കൂടെ വരുന്നതാണ്. അപ്പോൾ ഈ സ്ലറിയെ നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? നമുക്ക് ബയോ ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ബയോ ഫെർട്ടിലൈസറായിട്ട് നമുക്ക് ചെടിക്ക് ഉപയോഗിക്കാം. ഈ സ്ലറി നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? കുറച്ച് അപ്പുറത്ത് നമുക്ക് കുറച്ച് മീനും താറാവും കാര്യത്തൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവർക്ക് ഫുഡായിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ടൊക്കെ ഇത് കഴിയും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഹൗ ആർ കാറ്റിൽ റിയറിംഗ് ആൻഡ് പാഡി കൾട്ടിവേഷൻ റിലേറ്റഡ്? നമുക്ക് ആൻസർ പറയേണ്ട കാര്യമില്ലല്ലോ, അത് അറിയാവുന്ന കാര്യമാണ്. എങ്ങനെയാണ് പാഡി കൾട്ടിവേഷനും കാറ്റിൽ റിയറിംഗും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന്. ഹൗ ആർ ദ ഓർഗാനിക് വേസ്റ്റ് ഫ്രം ഹോംസ് ആൻഡ് അഗ്രികൾച്ചർ ഫീൽഡ്സ് യൂട്ടിലൈസ്? അഗ്രികൾച്ചർ ഫീൽഡിൽ നിന്നും നമ്മുടെ ഹോംസിൽ നിന്നുമുള്ള വേസ്റ്റ് നമ്മൾ എന്തിനായിട്ട് ഉപയോഗിക്കുന്നു? നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റിലായിട്ട് ഉപയോഗിക്കാം. ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് നമുക്ക് അതിൽ നിന്ന് ബയോഗ്യാസ് എടുക്കാം. ഓക്കെ, വാട്ട് ക്യാൻ ബി ദ യൂസ് ഓഫ് സ്ലറി ഫോംഡ് ആഫ്റ്റർ ദ പ്രൊഡക്ഷൻ ഓഫ് ബയോഗ്യാസ്? ബയോഗ്യാസിൽ നിന്ന് അവസാനമുണ്ടാകുന്ന സ്ലറി നമുക്ക് എന്തിനായിട്ട് ഉപയോഗിക്കാം? നമ്മുടെ ചെടികൾക്ക് ഓരോ വളമായിട്ട് ഉപയോഗിക്കാം, ബയോ ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കാം. അതുകൂടാതെ നമുക്ക് നമ്മുടെ ഫിഷിനൊക്കെ ഫുഡായിട്ടും കൊടുക്കാവുന്നതാണ്. അതിൽ ഒരുപാട് വേംസും കാര്യങ്ങളും ഉള്ളതാണ്. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് മോർ ദാൻ വൺ ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ? ഒന്നിൽ കൂടുതൽ അഗ്രികൾച്ചർ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള അഡ്വാൻറ്റേജസ് എന്താണ്? നമുക്ക് എന്താണ്? ഒന്നും പുറത്തോട്ട് കളയാനായിട്ടൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഒരു അഗ്രികൾച്ചർ ഒരു പ്രോസസ്സിൽ തന്നെ എല്ലാം അവിടെ തന്നെ തീരുന്നതാണ്. അവിടെ നിന്നുള്ള വേസ്റ്റ് കൊണ്ട് നമുക്ക് ബയോഗ്യാസിലിടാം. ബയോഗ്യാസിൽ നിന്നുള്ള സ്ലറി എടുത്ത് നമുക്ക് അടുത്ത പ്ലാന്റ്സ് വളർത്താം. അടുത്ത പ്ലാന്റ്സിൽ നിന്ന് അടുത്ത പ്ലാന്റ്സ് ഉണ്ടാക്കാം. ആ പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് എന്ത് എടുക്കാം? നമുക്ക് കാറ്റിൽസിന് കൊടുക്കാം. അപ്പോൾ കാറ്റിൽസിൽ നിന്ന് പിന്നെയും തിരിച്ച് ആ പ്രോസസ്സ് റീസൈക്കിൾ പോലെ നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, അടുത്ത് നമുക്കൊരു നോട്ട് കാണാൻ കഴിയും. ഇതുപോലെ താറാവ് കൃഷി ചെയ്താൽ നമുക്ക് എന്താണ്? നമുക്ക് ഈൽഡ് കൂടുതൽ കിട്ടും എന്നാണ് പറയുന്നത്. എന്താണ്? താറാവിൽ നിന്നുള്ള വേസ്റ്റ് ഡയറക്റ്റ്
വെള്ളത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് എന്താണ് നടക്കുന്നത്? അവിടെ നിന്ന് ഒരുപാട് വേംസും അവിടെ നിന്ന് ഒരുപാട് ആൽഗയും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ആൽഗയൊക്കെ ആര് തിന്നും? അവിടെ ഉണ്ടാകുന്ന മീനുകൾ തിന്നും. ഈ മീനുകളെ ആര് തിന്നും? നമ്മുടെ താറാവ് തിന്നും. അപ്പോൾ ഇതുകൂടാതെ എന്താണ്? ഇൻസെക്റ്റ്, ആൽഗെ, സ്നെയിൽ, സ്മാൾ ഫ്രോഗ്സ് ഇതൊക്കെ എന്താണ്? ഈ പോണ്ടിൽ ഇതിനുള്ള ആഹാരമായിട്ട് മാറും. ഓക്കെ, ഇതൊക്കെ എന്താണ്? നമ്മുടെ താറാവ് അങ്ങ് ഫുഡാക്കിക്കോളും. അഗ്രികൾച്ചർ ആൻഡ് കാറ്റിൽ റിയറിങ് ഇതെന്താണ്? ഇതിൽ വലുതായിട്ടൊന്നും പറയുന്നില്ല. എന്താണ് നമ്മൾ പറയുന്നത്? നമ്മുടെ അഗ്രികൾച്ചർ നമ്മൾ കേരളത്തിൽ പണ്ട് മുതലേ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇൻറ്റഗ്രേറ്റഡ് ഫാർമിംഗ് എന്ന് പറയുന്ന കാര്യം. അതായത് നമ്മളിപ്പോൾ അഗ്രികൾച്ചറിന് വേണ്ടി നമ്മളെപ്പോഴും കാറ്റിലിനെ ഉപയോഗിക്കുന്നു. നമ്മൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാര്യത്തിനാണ് നമ്മളിപ്പോൾ പറയുന്നത്. നമ്മളിപ്പോൾ പാഡി, അതായത് നെൽകൃഷിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കാര്യമാണ് കാറ്റിൽ. അതായത് നിലം ഉഴാനും മറ്റു കാര്യത്തിനുമെല്ലാം നമ്മൾ കാറ്റിൽ നാൽക്കാലികൾ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അവർക്ക് ഫുഡായിട്ട് എന്താണ്? അതിൽ നിന്നെടുക്കുന്ന ഫോഡർ ഗ്രാസ്, അതായത് അതിൻ്റെ വൈക്കോലും കാര്യങ്ങളാണ് അതിന് ഫുഡായിട്ട് കൊടുത്തിരുന്നത്. ഓക്കെ, അതല്ല നമുക്ക് തെങ്ങും തോപ്പും കാര്യങ്ങളും പിന്നെ റബ്ബർ തോട്ടവും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അതിൻ്റെ ഇടയിൽ നമുക്ക് അത് ഇതുപോലെ കോഴി കൃഷിയും ആട് കൃഷിയൊക്കെ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്താൽ നമുക്ക് ഇൻറ്റഗ്രേറ്റഡ് ഫാർമിംഗ് ഒക്കെ നല്ലപോലെ നോക്കി ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? നല്ലൊരു വരുമാനം അതിൽ നിന്ന് കണ്ടെത്താം. അപ്പോൾ നമ്മൾ പാഠം തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പാഠം ഒന്ന് ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം കണ്ടത് ഫെർട്ടൈൽ സോയിൽ. ഒരു പ്ലാന്റ് വളരാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണം? ഫെർട്ടൈൽ സോയിൽ, ഫേവറബിൾ ക്ലൈമറ്റ്, ക്വാളിറ്റി സീഡ്സ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടത് സീഡ് ക്വാളിറ്റി. ഒരു സീഡ് ക്വാളിറ്റി എങ്ങനെയാണ് നമ്മൾ നിശ്ചയിക്കുന്നത്? പ്ലാന്റ് ഹാവിങ് മോർ ഈൽഡ്. അപ്പോൾ ഒരു പ്ലാന്റിന് ഒരുപാട് ഈൽഡ് ഉള്ളപ്പോൾ നമ്മൾ നല്ലൊരു സീഡാണെന്ന് നമ്മൾ അതിൽ നിന്ന് കണ്ടെത്തുന്നു. പിന്നെ എന്ത് വേണം? പ്ലാന്റിന് ഗുഡ് ഹെൽത്ത് വേണം. പിന്നെ സീഡ് നമ്മൾ ഏത് സമയത്താണ് എടുക്കേണ്ടത്? മിഡ് സ്പാൻ സമയത്ത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടത് റീപ്രൊഡക്ഷൻ കണ്ടു. അത് കഴിഞ്ഞിട്ട് റീപ്രൊഡക്ഷൻ നമ്മൾ രണ്ടെണ്ണം കണ്ടു. റീപ്രൊഡക്ഷൻ ഏതൊക്കെയാണ് കണ്ടത്? സെക്ഷൽ റീപ്രൊഡക്ഷനും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണ്? ദ ഫോർമേഷൻ ഓഫ് സീഡ്ലിംഗ് ഫ്രം സീഡ്സ്. ഓക്കെ, അടുത്ത വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്താണ്? ഒരു പ്ലാന്റിൽ നിന്ന് ഒരു പ്ലാന്റ് പാർട്ടിൽ നിന്ന് അടുത്ത പുതിയൊരു പ്ലാന്റ് അല്ലെങ്കിൽ ഓഫ്സ്പ്രിങ്സ് ഉണ്ടാകുന്നതിനാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്ത വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണെന്ന് കണ്ടു? ലെയറിങ്, ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിങ്. ഗ്രാഫ്റ്റിംഗ് നമ്മൾ സയോണും സ്റ്റോക്കും കണ്ടു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹൈബ്രിഡൈസേഷൻ കണ്ടു. ഹൈബ്രിഡൈസേഷൻ എന്താണ്? ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. കാരണം നമ്മളാണ് പോളിനേഷൻ ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ പോളിനേഷനാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഹൈബ്രിഡൈസേഷൻ ഇതിൽ കൂട്ടാക്കത്തില്ല. അപ്പോൾ ഓക്കെ, അത് കഴിഞ്ഞിട്ട് അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾക്ക് ഒരുപാട് കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് ഹൈബ്രിഡൈസേഷൻ, അത് മറക്കാതെ പഠിക്കേണ്ട കാര്യമാണ്. ഹൈബ്രിഡൈസേഷൻ ചെയ്ത ഒരുപാട് പ്ലാന്റ്സിൻ്റെ എക്സാമ്പിൾസും പേരും നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇൻ്റർ ക്രോപ്പും ക്രോപ്പ് റൊട്ടേഷനും എന്തൊക്കെയാണ് നമ്മൾ വ്യത്യാസം കണ്ടു. ലെഗ്യുമിനസ് പ്ലാന്റ് എന്താണെന്ന് നോക്കി. ലെഗ്യുമിനസ് പ്ലാന്റിൽ എന്താണ്? അതിൽ നിന്ന് റൈസോബിയം ബാക്ടീരിയയിൽ നിന്ന് റൈസോബിയം ബാക്ടീരിയ എന്താക്കിയ അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റി അത് വെള്ളത്തിലൂടെ പ്ലാന്റിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ ബയോ പെസ്റ്റിസൈഡ്സ് കണ്ടു. ബയോ പെസ്റ്റിസൈഡ്സ് 3 നമ്മൾ കണ്ടു. ടൊബാക്കോ ഡിക്കോഷൻ, നീം കേക്ക്, നീം ഓയിൽ ഇമോഷൻ. അടുത്ത അത് കഴിഞ്ഞിട്ട് ബയോ ഫെർട്ടിലൈസേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ കണ്ടു? കൗഡങ്ക്, ഗ്രീൻ മാന്യൂർ, കമ്പോസ്റ്റ് മാന്യൂർ, ഫിഷ് മാന്യൂർ, പോൾട്രി ഡ്രോപ്പിംഗ്, ഗോഡ് ഡ്രോപ്പിംഗ്, ബോൺ മീൽ, എക്സെട്ര. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്ത് കണ്ടു? ഡ്രിപ്പ് ഇറിഗേഷൻ എക്സെട്ര. നമ്മൾ അതായത് നമ്മുടെ ഈ കർഷകൻ പറയുന്ന കോൺവെർസേഷൻ്റെ ഇടയ്ക്കാണ് ഡ്രിപ്പ് ഇറിഗേഷൻ എന്തെന്ന് പറഞ്ഞു പോകുന്നത്. മോസ്റ്റ്ലി സംതിങ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ എന്താണ്? നമ്മൾ എവിടെയാണ് കേട്ടത്? നമ്മുടെ കർഷകൻ പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയ്ക്കായിട്ടാണ്, അതായത് ഒരു കോൺവെർസേഷൻ്റെ ഇടയ്ക്കായിട്ടാണ് നമ്മളത് കണ്ടത്. അപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ എന്താണെന്ന് ഓർത്ത് വയ്ക്കുക. ഡ്രിപ്പ് ഇറിഗേഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് ഡ്രിപ്പിംഗ് വാട്ടർ അറ്റ് ദ പ്ലാന്റ് ബേസ് അറ്റ് റെഗുലർ ഇൻ്റർവൽസ്. ഒരു റെഗുലർ ഇൻ്റർവൽസിൻ്റെ ഇടയ്ക്ക് നമുക്ക് പ്ലാന്റ്സിന് ഡ്രിപ്പിംഗ്, അതായത് വാട്ടർ എത്തിക്കാൻ കഴിയുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. അടുത്ത അവസാനമായിട്ട് നമ്മൾ കണ്ടത് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ്. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക.